ഡോക്ടർ, മുസ്ലിങ്ങളുടെ ഏറ്റവും പാവനമായ മക്കയിലെ കാബ എന്ന മന്ദിരത്തിൽ അവിടെ എല്ലാവരും ആരാധിക്കുന്ന ഒന്നാണ് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കറുത്ത കല്ല്. അത് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ സ്ഥാപിച്ചായിട്ടാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു കാലത്ത് മാറ്റം വന്നിട്ടില്ല, ഇളക്കം വന്നിട്ടില്ല, അത് ശാശ്വതമായി നിലകൊള്ളും എന്നൊക്കെയാണ്. പണ്ട് ഇതിനെ ആക്രമിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായപ്പോൾ പക്ഷികൾ വരെ കല്ലുമായിട്ട് വന്ന് ആ എതിരാളികളെ ഓടിച്ചു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ? അല്ല, ഇതിലൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചരിത്രമാണ് ഈ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കയോട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ വിശ്വാസമുണ്ട്. വിശ്വാസത്തെ ഇഴകേറി പരിശോധിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വസ്തുതാപരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ അത് വിശ്വാസികളിലെ ചില ചിന്തകളെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് നമ്മൾ പറയാൻ ശ്രമിക്കാത്തത്. നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഈ കാബയിലുള്ള കറുത്ത കല്ല്, അതിൻ്റേതായിട്ടുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ദൈവഭൂമിയിലേക്ക് നിക്ഷേപിച്ച, അതായത് വിശ്വാസികൾക്ക് വേണ്ടി നിക്ഷേപിച്ച ഒരു സമ്മാനം എന്നുള്ള രീതിയിലാണ്, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു കല്ലായിട്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്ന കല്ല് അബുൽ ഗുബൈസ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൽ സൂക്ഷിക്കപ്പെട്ടുവെന്നും അബ്രഹാം ആ പ്രദേശത്ത് എത്തുമ്പോൾ അബ്രഹാം അത് വീണ്ടെടുക്കുന്നു. പിന്നീട് അബ്രഹാമിൻ്റെ പുത്രനായിട്ടുള്ള ഇസ്മയിലും ചേർന്നുകൊണ്ട് കാബയുടെ കിഴക്കേ മൂലയിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് മതവിശ്വാസികളെ സംബന്ധിച്ച് നിലനിർത്തിപ്പോരുന്ന വിശ്വാസം. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഭവം പിന്നീടൊരു കാലഘട്ടത്തിൽ, അതായത് മുഹമ്മദിൻ്റെയൊക്കെ മുൻകാലഘട്ടം, മുഹമ്മദ് ജനിച്ചെന്ന് വിശ്വസിക്കുന്നൊരു കാലഘട്ടം 570 അന്ന് മുഹമ്മദിൻ്റെ പിതാവിൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൽ മുത്തലിബാണ് മക്കയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളെന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു ആള് ഇതിനെ ആക്രമിക്കാൻ വന്നുവെന്നും അതിൻ്റെ ചരിത്രം നീണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത്. അബ്രഹാം എന്ന് പറയുന്ന ഒരാൾ ആനയുമായിട്ട് ഒരു വലിയൊരു സേനയുമായിട്ട് യമനിൽ നിന്നും അബിസീനിയോടൊക്കെ അനുബന്ധിച്ചുണ്ടാകുന്ന ചരിത്രമാണ്. ഈ പ്രദേശം തകർക്കാൻ വേണ്ടി കാബയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അബ്രഹാം ഒരു വലിയ ആനയുമായിട്ടും അതുപോലെ ഒത്തിരി വലിയ സേനയുമായിട്ട് വന്നുവെന്നും ആ സമയത്ത് അതിനെ രക്ഷിക്കാൻ, കാബയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ ആയില്ല. അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രൂപമുണ്ടായെന്നുള്ളതല്ല, ദൈവം യുദ്ധത്തിൽ സന്നിഹിതനായെന്നും കഴുകന്മാരും അല്ലെങ്കിൽ പക്ഷികളുമെല്ലാം വലിയ കല്ലുകൾ അവരുടെ ചുണ്ടിലെടുത്ത് ഈ ശത്രുസേനയ്ക്കെതിരെ വർഷിച്ച് അവരവിടെ നിന്ന് പിന്തിരിപ്പിച്ചു എന്നുള്ളത് പറയുന്നത്. അതായത് കാബ എന്ന് പറയുന്നതും കാബയുടെ അകത്തിരിക്കുന്ന കറുത്ത കല്ലെന്ന ഹജറുൽ അസ്വദ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമായിട്ടാണ് ആ കഥയോടനുബന്ധിച്ച് മുസ്ലിം ലോകം പറഞ്ഞു വരുത്താൻ ശ്രമിച്ചത്. പിന്നീട് ഈ കല്ല്, അതായത് ഖുറൈശികളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം മതം മുഹമ്മദിനെ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഖുറൈശികളാണ് ഇതിനോടെല്ലാം അനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അവരൊരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് കാബ സന്ദർശിക്കുക എന്ന് പറയുന്നത്. പല പല വിഭാഗത്തിലോട്ട് ആൾക്കാർ കച്ചവട കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി അവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കാബയുടെ നേതൃസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിൽ കിട്ടുന്ന ഒരു മാന്യതയുടെ അടയാളം കൂടിയാണ്. അപ്പോൾ ഈ ഹജറുൽ അസ്വദ് കാബ പുതുക്കിപ്പണിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു തർക്കമുണ്ട്. കാരണം ഇത് പുനഃസ്ഥാപിച്ച ആൾ സമൂഹത്തിൽ ഉന്നതനായിട്ട് മാറുമെന്നുള്ളൊരു തർക്കം ഇവർക്കുണ്ട്. കാരണം അതുകൊണ്ട് ഞാൻ ചെയ്യാം, അല്ല നീ ചെയ്യേണ്ട, ഇങ്ങനെ ഒരു തർക്കം വരുമ്പോഴാണ് മുഹമ്മദ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. മുഹമ്മദ് യാദർശികമായി എത്തപ്പെടുന്നു. അപ്പോൾ മുഹമ്മദ് എല്ലാവരും സ്വീകരിക്കപ്പെട്ട ഒരാളായതുകൊണ്ട് 35-ാമത്തെ വയസ്സിലാണ് നടക്കുന്നത് അദ്ദേഹം വന്ന് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ അത് ഹജറുൽ അസ്വദ് ഈ കാബയിൽ സ്ഥാപിച്ചു. ആ മുഹമ്മദ് സ്ഥാപിച്ച അതേ നിലയിൽ തന്നെയാണ് ഇന്നും ഈ കറുത്ത കല്ല് കാബയിൽ നിലനിൽക്കുന്നു എന്നാണ് ഇസ്ലാമിക ലോകം ഇന്നും പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, ഇതിൽ പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചരിത്രപരമായ വസ്തുതയെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ചരിത്രപരമായ വസ്തുതയെ ഉൾക്കൊള്ളാൻ വിശ്വാസികൾ തയ്യാറാണെങ്കിൽ ഇത് ഈ പറയുന്നൊരു വിശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട്. കാരണം ഈ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്, അതായത് ശത്രുക്കളുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവം തന്നെ യുദ്ധം ചെയ്ത് ശത്രുക്കളെ ഓടിച്ച് കാബയെ സംരക്ഷിച്ചെന്ന് പറയുന്ന ആ ഒരു പ്രദേശം മുഹമ്മദിനാൽ പുനഃസ്ഥാപിക്കപ്പെട്ടെന്ന് പറയുന്ന ആ ഹജറുൽ അസ്വദ് മറ്റൊരു കാലഘട്ടത്തിൽ പലപ്പോഴായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ അബ്ബാസിയ കാലഘട്ടത്തിന് മുമ്പുണ്ടായതാണ് ഉമവികളുടെ കാലഘട്ടം, ഉമൈഡ്സ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം. അതിൽ വരുന്ന രണ്ടാമത്തെ ഭരണാധികാരിയായിട്ടുള്ള യസീദ് ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാബയ്ക്കെതിരെ യുദ്ധമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കാബയോടനുബന്ധിച്ചുണ്ടാകുന്ന യുദ്ധത്തിന് പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട മുവാവിയുടെ പുത്രനായിട്ടുള്ള യസീദാണ്. മുവാവി എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്ത് ഒരു കാലഘട്ടത്തിൽ ശത്രുവിൻ്റെ പക്ഷത്ത് നിൽക്കുകയും ഒരു കാലഘട്ടം കഴിയുമ്പോൾ മക്കയെ കീഴടക്കിയതിന് ശേഷം മുഹമ്മദിൻ്റെ സഹചാരിയായിട്ട് മാറുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മോളെ മുഹമ്മദ് വിവാഹം ചെയ്യുന്നു. അപ്പോൾ മുവാവി എന്നോട് അനുബന്ധിച്ചിട്ടാണ് ഉമൈഡ്സ് എന്ന് പറയുന്ന ഒരു കാലിഫേറ്റ് തന്നെ ഉണ്ടാകുന്നത്. ആ മുവാവി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ ബന്ധു കൂടിയാണ്.
ആ മുഹമ്മദിൻ്റെ ബന്ധുത്വത്തിനോടനുബന്ധിച്ചിട്ടാണ് ഉമൈസ് എന്ന് പറയുന്നൊരു ഖിലാഫത്ത് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ വരുന്ന മറ്റൊരു ഖിലാഫത്ത്, ആ ബന്ധത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഖലീഫയാണ് യസീദ് എന്ന് പറയുന്നത്, മുവാവിയുടെ പുത്തനാട്ടിലുള്ള യസീദ്. ആ യസീദിൻ്റെ കാലഘട്ടത്തിൽ, മുവാവിയുടെ കാലഘട്ടത്തിലെല്ലാം അലിക്കെതിരെയും ഹുസൈനെതിരെയും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഷിയാക്കെതിരെ നടക്കുന്ന യുദ്ധങ്ങൾ, അപ്പോൾ ഈ അലിയോട് അനുബന്ധിച്ചുണ്ടാകുന്ന ആ തലമുറ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാകുന്ന, അതായത് മുഹമ്മദിൻ്റെ കുടുംബക്കാർ തമ്മിലുള്ള ചേരിപ്പോരുകളാണ്. അപ്പോൾ ഇതിനോടൊക്കെ അനുബന്ധിച്ചുണ്ടാകുന്ന യസീദിൻ്റെ കാലഘട്ടത്തിൽ ഈ കാബയെ ആക്രമിക്കുന്നുണ്ട്. അന്ന് ഈ കാബയിലെ ഒരു അവിടുത്തെ ഖലീഫയായിട്ട്, ആ പ്രദേശത്തിൻ്റെ ഖലീഫയായിട്ട് സ്വയം തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് വന്ന ഒരാളുണ്ട്, അബ്ദുള്ള ഇബ്നു സുബൈർ എന്ന് പറയുന്നത്, അതായത് അബൂബക്കറിൻ്റെ ഈ പേരക്കിടാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ യസീദിൻ്റെ സൈന്യം കാബയെ ആക്രമിക്കുന്നു, കാബയെ കത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല പല കഷ്ണങ്ങളായിട്ട് ഈ കറുത്ത കല്ല് പൊട്ടിച്ചിതറുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ചിതറിയ കല്ലാണ് പിന്നീട് അവിടെ പുനഃസ്ഥാപിക്കുന്നത്. അപ്പോൾ ആരാണ് പുനഃസ്ഥാപിച്ചതെന്നുള്ള ചോദ്യം ഇന്നും ഇസ്ലാമിക ലോകത്ത് അവശേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല കാബയെക്കുറിച്ചോ കറുത്തകല്ലിനെക്കുറിച്ചോ നമുക്ക് പറയാൻ കിട്ടുന്നത്. മറിച്ച് പിൻകാലത്തേക്ക് വരുമ്പോൾ, അതായത് ഷിയാ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വളരെ പ്രബലമായ അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് നിലനിന്നിട്ടൊരു വിഭാഗമാണ് ഗർമാത്തികൾ എന്ന് പറയുന്നത്. ഗർമാത്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇസ്മയിൽ എന്ന് പറയുന്ന 7 ഇമാമാരെ വിശ്വസിക്കുന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഗർമാത്തികൾ. കൂഫയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു ശക്തി കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്ലാമിക ലോകത്തെ അടക്കി ഭരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഈ ഷിയ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഈ ഗർമാത്തികൾ അതായത് AD 930 മക്കയെ ആക്രമിക്കുന്നുണ്ട്. അവിടെ ഹജ്ജിന് വന്നിട്ടുള്ള ഹാജിമാരെ കൊല്ലുന്നുണ്ട്. അതായത് ഹിജ്റ വർഷം 317 ഈ ഗർമാത്തിയൽ കാബയിൽ കടന്നാക്രമണം നടത്തുന്നു, അവിടെയുള്ള ഹാജിമാരെ കൊല്ലുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഏറ്റവും വിശുദ്ധമായെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ കണക്കാക്കുന്ന കർത്തകലിനെ അപഹരിച്ച് ബഹ്റൈനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 930 നടക്കുന്നത്. ആ 930 നടക്കുന്ന ഒരു പ്രവൃത്തി 20 വർഷക്കാലം കാബയിൽ കർത്തകല്ലില്ലായിരുന്നു. കറുത്തകല്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന, ഇസ്ലാമിൻ്റെ ഒരു അടയാളമായിട്ട് കണക്കാക്കുന്ന കറുത്തകല്ല് ഗർമാത്തികൾ എന്ന് പറയുന്ന ആ വിപ്ലവ സംഘം ബഹ്റൈൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ 20 വർഷക്കാലത്തിലധികം മക്കയോടനുബന്ധിച്ചുണ്ടാകുന്ന ഹജ്ജ് കർമ്മങ്ങൾ ഒരിടത്തും തന്നെ കറുത്തകല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പുണ്യവൽക്കരിക്കപ്പെട്ട ഒരു പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് സ്ഥാപിച്ചെന്ന് ഇസ്ലാം ലോകം പറഞ്ഞു വരുത്തുന്നതും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്നതാണെന്ന് പറഞ്ഞു വരുത്തുന്ന ആ കഥകളെല്ലാം നമ്മൾ തിരസ്കരിക്കേണ്ട ഒരു കാലം വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ചരിത്രം കൃത്യമായിട്ട് പറയുന്നത് യസീദിൻ്റെ കാലഘട്ടത്തിൽ കാബയിലെ കറുത്തകല്ല് തകർക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല AD 930 ഗർമാത്തികൾ ഈ പറയുന്ന കറുത്തകല്ലിനെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് പോലും ഈ പറയുന്ന ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ഷിയ വിശ്വാസികൾ, അതായത് ഗർമാത്തികളെ നിഗ്രഹിക്കാനും അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് കഥകളോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് അബ്രാഹാമിനോട് ബന്ധപ്പെട്ട് വരുന്ന കല്ല് മുഹമ്മദിനാൽ പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും അതൊരിക്കലും ഒരു മാറ്റങ്ങൾക്കും വിധേയമാകാതെ ഇന്നും അതുപോലെ നിലനിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും പരിപാവനമായ ഒരു പ്രദേശമാണെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഗർമാത്തികളോട് ബന്ധപ്പെട്ട് വരുന്ന ഷിയ വിശ്വാസികളോട് ബന്ധപ്പെട്ട് വരുന്ന ഈ കാബയുടെ തകർച്ചൽ. ആ തകർക്കലിനോട് ബന്ധപ്പെട്ട് 20 വർഷക്കാലം അവർ കാബയിൽ ഈ കറുത്തകല്ല് ഇല്ലാതിരിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ കാബയോടനുബന്ധിച്ചുണ്ടാകുന്ന ദിശകൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ദിശകൾ, അല്ലെങ്കിൽ ഹജ്ജ് കർമ്മങ്ങളോടനുബന്ധിച്ചുണ്ടാകുന്ന ചടങ്ങുകൾ പവിത്രവൽക്കരിക്കപ്പെട്ട ഒരു നടപടിയായിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്.